മെഡിക്കൽ കോഡിംഗ് പഠിക്കാൻ നമ്മളുടെ അടുത്തെത്തിയുള്ള സ്റ്റുഡൻറ്റ് ലാസ്റ്റ് ഡേ നമ്മൾ ട്രെയിനർക്ക് ഒരു മെസ്സേജ് അയച്ചു. ഇറ്റ് വാസ് റിയലി ഷോക്കിംഗ്. It's 2024. 2025 ജസ്റ്റ് 3 month ഫിനിഷ് ആകാൻ പോകുന്നേ ഉള്ളൂ. അതിൽ യാതൊരു മാറ്റവും. ഇറ്റ്സ് എ കണ്ടിന്യൂസ് വൺ ആൻഡ് ഇറ്റ്സ് എ പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററി. ഇനി ഒരു കഥ പറയാം. 6 മാസങ്ങൾക്ക് മുൻപ് മെഡിക്കൽ കോഡിംഗ് പഠിക്കാൻ നമ്മളുടെ അടുത്തെത്തിയുള്ള സ്റ്റുഡൻറ്റ് ലാസ്റ്റ് ഡേ നമ്മൾ ട്രെയിനർക്ക് ഒരു മെസ്സേജ് അയച്ചു. ഇറ്റ് വാസ് റിയലി ഷോക്കിംഗ് ആൻഡ് സർപ്രൈസ്ഡ്. നമുക്ക് ആദ്യം മെസ്സേജിലൊന്ന് പോവാം. Sir, there was a happy news. My probation period was over and I got permanent. അപ്പോൾ സാർ റിപ്ലൈ കൊടുക്കുകയാണ്, കൺഗ്രാജുലേഷൻസ് ഡിയർ. വിത്തിൻ ദി പ്രൊബേഷൻ ആൾ റിപ്ലൈ ആണ്, വിത്തിൻ ദി പ്രൊബേഷൻ പീരീഡ് മൈ സാലറി വാസ് റിവൈസ്ഡ്. ട്രെയിനർ റിപ്ലൈ, കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ പാരൻസ്. ആൻഡ് ആളുടെ റിപ്ലൈ, ലാസ്റ്റ് മന്ത് സാലറി വാസ് ഇസ് അബവ് 40K with incentives. 40K with incentives. Next message, thank you sir for your support and your organization. അപ്പം ട്രെയിനർ റിപ്ലൈ, ഓക്കെ, ഐ ആം സോ ഹാപ്പി, ദിസ് ഈസ് റിയലി ഹാപ്പനിങ്. ആക്ച്വലി മെഡിക്കൽ കോഡിംഗ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നമ്മളിതിനെപ്പറ്റി നമുക്കറിയാം. ജസ്റ്റ് വി ആർ സ്റ്റാർട്ടിങ് വിത്ത് എ 3 month കോഴ്സ്. 2024 1188 എന്നുള്ള റെക്കോർഡ് പ്ലേസ്മെൻറ്റിലേക്ക് എക്സ്ക്ലൂസീവ് കാർഡിയൻസ് നമുക്ക് എത്തിക്കാൻ കഴിയും. 2025 അതേ ട്രാക്ക് തന്നെ ഈ ഒരു ലാസ്റ്റ് 3 month പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് നമുക്ക് കഴിഞ്ഞ ദിവസം ഈ ഒരു മെസ്സേജ് നമ്മൾ ട്രെയിനർക്ക് വന്ന സമയത്ത് പറഞ്ഞില്ല, ഇറ്റ്സ് ക്വൈറ്റ് ഷോക്കിംഗ് ആൻഡ് സർപ്രൈസ്ഡ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കരിയറില്ല 3 month ഫോക്കസ് ചെയ്ത് സ്റ്റുഡൻറ്റ് നമ്മളുടെ അടുത്ത് എത്തുകയാണ്. മുന്നേ പല സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആൾക്ക് നല്ല സർവീസ് കൊടുത്തിട്ട് ജോബ് കയറിയിട്ട് ആളുടെ നിന്ന് കിട്ടുന്ന റെസ്പോൺസാണിത്. അപ്പം എത്രത്തോളം ആളതിൽ എന്താ പറയുക, ആ ഒരു ജോബ് പൊസിഷൻ എൻജോയ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ട്രെയിനറോടുള്ള കമ്മിറ്റ്മെൻറ്റ്, അല്ല ഗാർഡിയനോടുള്ള കമ്മിറ്റ്മെൻറ്റ്. അപ്പം ആ ഒരു എന്താ പറയുക, പ്രൊഫഷനിലോട്ടേക്ക് ആൾ എൻ്റർ ചെയ്തില്ല. അപ്പോൾ ഈ ലാസ്റ്റ് 6 month വാസ് പ്രൊബേഷൻ. ആളതിൽ പറഞ്ഞു ഫിനിഷിംഗ് ആവും തന്നെ പെർമനൻ്റ് ആയി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താ പറയുക, ഏൺ ചെയ്ത സാലറിയുടെ കാര്യം പറഞ്ഞു. ഏതൊരു ഏരിയ ആണെങ്കിലും അല്ലേ, ഇറ്റ്സ് നോട്ട് മെഡിക്കൽ കോഡിങ്, ഏതൊരു നമ്മുടെ ഫീൽഡിലോട്ടേക്ക് നമ്മൾ എൻ്റർ ചെയ്യുകയാണെങ്കിലും ഇനീഷ്യൽ ലെവൽ വാസ് അല്ലേ സ്ട്രഗിൾ ഉണ്ടാവും. നമ്മളിപ്പം പുതിയൊരു മേഖല പരിചയപ്പെട്ട് ആ പരിചയപ്പെട്ട മേഖലയിലേക്ക് ഒരു ജോബിന് കയറുന്ന സമയത്ത് എന്തായാലും ഡിഫിക്കൽറ്റി ഉണ്ടാവും, ഇനീഷ്യൽ ട്രബിൾ എന്തായാലും ഉണ്ടാവും. വൺസ് നമ്മൾ അതുമായിട്ടൊന്ന് ട്രാക്കിലായി കഴിഞ്ഞാൽ അല്ലേ വളരെ, അതുകൊണ്ടാണ് നമ്മുടെ എപ്പോഴും എക്സ്പീരിയൻസ് അല്ലേ, മെഡിക്കൽ കോഡിംഗ് എന്നുള്ളതല്ല, എന്താണെങ്കിലും എക്സ്പീരിയൻസ് ഈസ് ദ ലേണിംഗ്. അതൊരു ലേണിംഗ് ഫേസാണ്. നമ്മൾ ഫ്രം ദ എന്താ പറയുക ബിഗിനിങ് തൊട്ട് പഠിക്കാൻ തുടങ്ങുകയാണ്. അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് പലർക്കും പല രീതിയിലും കാര്യങ്ങൾ പറയാനുണ്ടാവും. ബട്ട് അതിനെ നമ്മൾ ഓവർകം ചെയ്തേ മതിയാവുള്ളൂ. പലത് ഓരോ ഇൻഡിവിജ്വലി അത് ഡിഫറെൻ്റ് ആയിരിക്കും. ചില ആൾ ഈസിലി അത് ക്യാച്ച് ചെയ്ത് പെട്ടെന്ന് പോകും, ചില കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഓവർകം ചെയ്യുന്ന അത്രയും നമുക്കുള്ള ലേണിംഗ് കിട്ടും. ആ ലേണിംഗ് കൂടെ കുറച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളതൊരു എക്സ്പേർട്ടസ് ആയി കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ അല്ല അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്താണെങ്കിലും പല രീതിയിൽ നമുക്കതിനെ റെസ്പോണ്ട് ചെയ്യാനും അതിനെ ആക്റ്റായിട്ടുള്ള രീതിയിൽ അത് സോൾവ് ചെയ്യാനും കാര്യങ്ങളും കഴിയും. അപ്പം ആ ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഇവിടെയും നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. കമ്പയർ ടു അതർ ഫീൽഡ് ഒരു നല്ല തരക്കേടില്ലാത്ത മോസ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കേജ് തന്നെ മെഡിക്കൽ കോഡിംഗ് ഫീൽഡിലുണ്ട്. 18 to 25 അല്ലെങ്കിൽ 27 വരെയുള്ള പാക്കേജ് ഇനീഷ്യൽ ലെവലിൽ മിക്ക കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇൻ കേസ് അതല്ലാത്ത കമ്പനി ആണെങ്കിലും ഇനീഷ്യൽ ലെവലിൽ നമ്മളൊന്ന് ജസ്റ്റ് ഇല്ല, നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ലേണിംഗ് ഫേസാണ്, ബിഗിനേഴ്സാണ്, നമ്മളൊന്ന് പഠിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രാക്കിലോട്ടായി കഴിഞ്ഞ് അല്ലെ, പറഞ്ഞ പോലെ ആളുടെ ഹിസ്റ്ററി പറഞ്ഞ പോലെ നമുക്കതിനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിയിൽ നമുക്ക് അവിടെ എക്സ്പോഷർ കിട്ടിയിട്ട് ലേണിംഗ് കിട്ടിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന വെച്ചാൽ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ഫീൽഡ് പോലെ കമ്പാരബിളേ അല്ല. മെഡിക്കൽ കോഡിങ്ങിലെ എന്താ പറയുക സാലറി നമുക്ക് പറഞ്ഞ പോലെ ഇൻസെൻറ്റീവ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് പോസിബിളായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്കില്ല് നമ്മുടെ ഇത് ഇമ്പ്രൂവ് ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ ഇനീഷ്യൽ ഫേസിൽ വരുന്നുള്ള സ്ട്രഗിൾ അല്ലേ, പല ആൾക്കാരും പലതരത്തിലുള്ള ഇഷ്യൂസ് പറഞ്ഞ് കേൾക്കാറുണ്ട്. വെച്ചാൽ ഈ ഡിപ്പെൻഡ് അപ്പോൾ ആ സ്പെസിഫിക് ഇൻഡിവിജ്വലാണ്. നമുക്കവിടെ എന്താ പറയുക ആ ഇനീഷ്യൽ ഫേസ് നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ ഓവർകം ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് പോവുക. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഗോയിങ് ടു റിഫ്ലക്റ്റ് ഫ്യൂച്ചറിൽ നമ്മളായിട്ട് ചെയ്യുന്ന ഓരോ ഡിസിഷനിലും. നമ്മൾ പല സെഷനിലും പറഞ്ഞിട്ടുണ്ട് ആ ഒരു പോയിൻറ്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഒരുപാട് പറഞ്ഞല്ലോ ഈ ഒരു സെഷൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഒരു മെസ്സേജാണ്.
അപ്പോൾ ആ ഒരു മെസ്സേജ് അത്രയും ആൾ ഫീൽ ആയതുകൊണ്ടാണ് ട്രെയിനറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പം ആളെ സംബന്ധിച്ച് അത്രയും പ്രൗഡ്, അത്രയും ആ ഫാമിലിയിലെ ഒരു ഏണിംഗ് മെമ്പറായിട്ട് അയാൾ മാറി. അപ്പം ഒരു 3 month കോഴ്സ് കഴിഞ്ഞിട്ട് നാട്ടിൽ തന്നെ ജോലി കയറി ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ തന്നെ ഇത്ര ഒരു പാക്കേജിലോട്ടേക്ക് എത്തി, ഏൺ ചെയ്യാൻ പറ്റി. അയാൾ പ്രൊഫഷണലി ഗ്രോ ചെയ്യാണ്. അപ്പോൾ അയാളുടെ ലൈഫിനെ അത് എന്ത് ചെയ്യും, തീർച്ചയായിട്ടും അത് ഇമ്പാക്റ്റ് ഉണ്ടാകും. ഇത് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചത്. നമ്മുടെ അടുത്ത് തന്ന സ്റ്റുഡൻസ് പ്രൊഫഷണലി അവർ ഗ്രോ ചെയ്യണം, ലൈഫ് അവർ സെറ്റിൽ ചെയ്യണം മുന്നോട്ടേക്ക്. അല്ല ജസ്റ്റ് ഒരു 6 month ജേണി മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇത് മെഡിക്കൽ കോഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയുന്നതാണ്, എക്സ്പീരിയൻസ് ഈസ് ദ കീ ഫാക്ടർ. നമ്മൾ മുന്നോട്ടേക്കില്ല ഈ ഒരു ലേണിംഗ് ഫേസിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുന്ന എക്സ്പീരിയൻസ്, അത് നമ്മൾ മുന്നോട്ടേക്കുള്ള ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാൻ പോകുന്ന ഫാക്ടറാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇനീഷ്യൽ വരുന്ന എല്ലാ സ്ട്രഗിളും നമുക്ക് എന്തുമില്ല, ഒരുപാട് പല നെഗറ്റീവ് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞതുപോലെ പല രീതിയിൽ നമുക്കതിൽ പറയാനുണ്ടാവും. ബട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യേണ്ടത് കറൻറ്റ് സിനാരിയോ ആണ്. ഔട്ട്സൈഡില്ല ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് 3 month ഷോർട്ട് ഡ്യൂറേഷനിൽ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഈസിലി ജോബ് കിട്ടുന്നു, ഇത്രയും പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററി ട്രാക്ക് നടക്കുന്നു. അപ്പോൾ അതിലൂടെ നമുക്ക് കരിയർ ഡെവലപ്പ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ആ ഓപ്പർച്യൂണിറ്റിയിൽ കയറിയില്ല, അത്യാവശ്യം നല്ല പാക്കേജിൽ സാധാരണ എന്താ പറയുക ജോബിൽ കിട്ടുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള ഇനീഷ്യൽ ലെവൽ പാക്കേജ് തന്നെ വരുന്നുണ്ട്. പാക്കേജിലൂടെ നമ്മൾ എക്സ്പീരിയൻസ് ഒന്ന് ഗെയിൻ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് വീണ്ടും പാക്കേജ് റിവിഷൻ വരുന്നു, ചേഞ്ചസ് വരുന്നു. അതിനനുസരിച്ച് നമ്മുടെ പൊസിഷൻ മാറുന്നു, ലൈഫ് മാറുന്നു, പ്രൊഫഷണലി ഗ്രോ ചെയ്യുന്നു, ലൈഫിൽ ചേഞ്ചസ് വരുന്നു. ഇത് തന്നെയാണ് നമ്മളെ ഗാർഡിയൻസിൻ്റെ നമ്മളൊരു ഹിസ്റ്ററി ആയിട്ട് നമുക്ക് എന്നും നമ്മൾ നോക്കിക്കാണുന്ന കാര്യങ്ങൾ. പല ഗാർഡിയൻസും ആ ഒരു ട്രാക്ക് വളരെ എന്താ പറയുക ഫോക്കസ്ഡ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ലൈഫിന് അത്രയും സീരിയസ് ആയിട്ട് കാണുന്ന ഗാർഡിയൻസാണ് മിക്കവരും. അപ്പോൾ നിങ്ങൾ ആ ഒരു ട്രാക്കിലോട്ടേക്ക് നിങ്ങളും വരിക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേരിങ്ങനെ ഏൺ ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മളടുത്ത് അത് കൺവേ ചെയ്യുന്ന സമയത്ത് അവരുടെ എന്താ പറയുക ആ ഒരു ഫീലിംഗ് ഷെയർ ചെയ്യുന്നത് നമ്മളായിട്ടാണ്. അത്രയും അറ്റാച്ച്ഡ് ആണ് ഗാർഡിയൻസും അവരുടെ ട്രെയിനേഴ്സും നമ്മുടെ ആ ഒരു ടീം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ വളരെ പ്രൗഡാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഗ്രാബ് ചെയ്ത് അതുമായിട്ട് എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞില്ല, പലതരത്തിലുള്ള റൂമേഴ്സ് നെഗറ്റീവ് സൈഡ് ഒരുപാട് സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവും. ഏത് ആസ്പെക്ട്സ് ആണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. നിങ്ങൾ ഏത് വീഡിയോ ആണെങ്കിലും എടുത്ത് നോക്കിയാൽ അതിൽ ഒരു പറ്റം ആളുകൾക്ക് അതിൻ്റെ പോസിറ്റീവ് പറയാനുണ്ടാവും, മറ്റു ആളുകൾക്ക് അതിൻ്റെ നെഗറ്റീവ് പറയാനുണ്ടാവും. ബട്ട് എന്താണ് പോസിറ്റീവ് ആസ്പെക്ട്സ് എന്നുള്ളതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് ആസ്പെക്ട്സിൻ്റെ സൊല്യൂഷൻ ചിലപ്പോൾ അതിലുണ്ടാവും. അല്ലെങ്കിൽ ആ നെഗറ്റീവിനെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അതിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൽ ഇനീഷ്യൽ ലെവലിലുള്ള ജോബ് കയറി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടാവാം, എന്താ പറയുക ട്രാക്കിലോട്ട് കയറുന്നതിൽ ബുദ്ധിമുട്ടാവാം, ആ ലേണിംഗ് ഫേസിലുള്ള ബുദ്ധിമുട്ടാവാം, പലതും ആവാം. അതിനെ നമ്മൾ വൺസ് ഓവർകം ചെയ്യുക. അങ്ങനെ ഓവർകം ചെയ്തവരില്ലേ തടസ്സങ്ങൾ നമ്മൾ മാറ്റി മുന്നോട്ടേക്ക് പോയേ മതിയാവുള്ളൂ. ഇത് നമ്മൾ തുടക്കം മുതലേ പറയുന്ന കേസ് തന്നെയാണ്. ഇത് ഇന്നത്തെ ഒരു ഇൻസിഡൻറ്റും കൂടെ വന്നതുകൊണ്ടാണ് ഈ ഒരു സംഭവം നമ്മൾ റിപ്പീറ്റ് ചെയ്തത്. അപ്പം ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ 3 month കരിയർ സെറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ടേക്ക് എന്താ പറയുക ജോബ് കയറി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ജേണിയിലോട്ടേക്ക് എന്താ പറയുക നിങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞ് അതിനനുസരിച്ച് എന്ത് ചെയ്യുക മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുക. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷനിലോട്ടേക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള എന്താ പറയുക ഏരിയ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അവിടെ കിടക്കുകയാണ്, വലിയ വൈഡായിട്ടുള്ള ഏരിയ ആണ്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും. അപ്പോൾ അതെല്ലാം നമുക്ക് എത്തിപ്പിടിച്ചിട്ട് ഒരുമിച്ച് തന്നെ എന്ത് ചെയ്യണം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഗാർഡിയൻസിന് എല്ലാവർക്കും എന്താ പറയുക ആ ഒരു എല്ലാവർക്കും അതിനൊരു ക്യാപ്പബിലിറ്റിയും അതിനുള്ള പ്രൊഫഷണൽ ഗ്രോത്തും ലൈഫിലും എല്ലാത്തിനും സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മളെ തുടക്കം കാണിച്ചിട്ടുള്ള പ്ലേസ്മെൻറ്റ്സ്, അപ്പോൾ അതൊരു വിക്ടറി പ്ലേസ്മെൻറ്റ്സ് തന്നെയാണ്. അത് റെക്കോർഡ് പ്ലേസ്മെൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് പോയി ഒരു സെഷൻ എടുക്കുന്നത് വരെ ഉള്ള പ്ലേസ്മെൻറ്റ്സ് ഇറ്റ്സ് കണ്ടിന്യൂസ് പ്രോസസ്സ്. അതിങ്ങനെ പല കമ്പനികളായിട്ട് കുട്ടികൾ ജോബിൽ കയറുന്നു, കരിയർ ആരംഭിക്കുന്നു, മുന്നോട്ടേക്ക് പോകുന്നു, നല്ല CPC റിസൾട്ട്സ് വരുന്നു. 2024 വെച്ച് നമുക്ക് ഒരുപാട് റെക്കോർഡ്സ് നടന്നു. ഇത്ര പ്ലേസ്മെൻറ്റ്സ്, ഇത്ര റെക്കോർഡ് CPC സ്കോർ വന്നു, ഇത്ര ആളുകൾ കേരളത്തിലേക്ക് പുതിയ മൾട്ടിനാഷണൽ കമ്പനികൾ വന്നു, ഒരുപാട് ഹൈലൈറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 2025 എത്തിയ സമയത്തും അതിൻ്റെ കണ്ടിന്യൂസ് പ്രോസസ്സ് തന്നെയാണ്. സെയിം ടോപ്പ് സ്കോർ നമുക്ക് എന്താ പറയുക 2020 പുതിയ ഇതിലും വന്നു. എന്താ പറയുക അത്ര CPC നേടുന്ന എണ്ണം വീണ്ടും കൂടി ആ ഒരു പുതിയ 2025 കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ്സും എല്ലാം അതിൻ്റേതായ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ലേൺ ചെയ്യാൻ തയ്യാറാവുക, അതിനനുസരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുക മുന്നോട്ടേക്ക് പോവുക. നമ്മൾ മുന്നോട്ടേക്കുള്ള ഡെസ്റ്റിനി നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ എന്താണ് എൻ്റെ എങ്ങനെ ഞാൻ കൊണ്ടുപോകണം, എവിടത്തെ വരെ എത്തണം, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഇതിൽ നമുക്ക് ചെയ്യാനുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. അത് 100% ഷുവറാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മെസ്സേജ് അപ്പോൾ
അങ്ങനെയുള്ള മെസ്സേജ് എന്താ പറയുക നമുക്ക് തരുന്ന ഫീല്. അപ്പോൾ നിങ്ങൾ ആ ഒരു എന്താ പറയുക മെസ്സേജ് അയക്കുന്ന ആളല്ലേ, ആളെ ഞാൻ പറഞ്ഞില്ല അത്രയും ആളതിൽ കോൺഷ്യസ് ആണ്, അത്രയും അതിൽ കോൺഫിഡൻ്റ് ആണ്, അല്ലെങ്കിൽ പ്രൗഡാണ്. അതിനനുസരിച്ച് തന്നെയാണ് ആൾ ഒരു റെസ്പോൺസ് വന്നിരിക്കുന്നത്, അതിനനുസരിച്ച് ആൾ ഹാപ്പിയുമാണ്. അത് ഉള്ളൊരു 2-way കമ്മ്യൂണിക്കേഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും കരിയറിൻ്റെ കാര്യത്തിൽ വളരെ സീരിയസ് ആയിട്ടാണ്. ആരും വേറെ ആൾക്കാർ പറയുന്നതല്ല, ഫാക്റ്റ് നമ്മൾ മനസ്സിലാക്കുക എന്താണെന്നുള്ളത്, റിയാലിറ്റി. ആ റിയാലിറ്റിനെ ബേസ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. ടേക്ക് കെയർ ആൻഡ് ബൈ.